ശ്രീ റോണി കെ ബേബി, താങ്കൾ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ആരും ഈ ഇന്ത്യ സഖ്യം കേരളത്തിൽ വേണമെന്ന രീതിയിലുള്ള ഒരു ആലോചനയോ അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളോ നടത്തിയിട്ടില്ല. അതെല്ലാം പ്രാദേശിക തലത്തിലുള്ള നീക്കുപോക്കെന്നാണ്. പക്ഷേ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ, അതോടൊപ്പം തന്നെ പാലക്കാട് DCC അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് നേതൃത്വം, അവിടെ ലീഗിന് 5 സീറ്റുകളുണ്ടല്ലോ, അപ്പോൾ അവിടെ UDF LDF ഒരുമിക്കണമെന്ന ആഹ്വാനം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി കോൺഗ്രസ് കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ തന്നെ ഇന്ന് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വളർന്നിട്ടുള്ള ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് പോലും അത്തരം പ്രതികരണങ്ങൾ വരികയാണ്. അപ്പോൾ ഏത് രീതിയിൽ അങ്ങക്ക് അത് പ്രാദേശിക തലത്തിൽ മാത്രമുള്ള നീക്കുപോക്കെന്നോ പ്രതികരണമെന്നോ എന്ന നിലയിൽ ഈ വിഷയത്തെ തള്ളിക്കളയാൻ പറ്റും? ഞാൻ അങ്ങ് പറഞ്ഞ ഒരു വാചകത്തോടുള്ള എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ രേഖപ്പെടുത്തിയിട്ട് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നുള്ള. ഏതൊക്കെയും കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ മാത്രമൊന്നും ഒരു ഘടകകക്ഷിയും വളർന്നിട്ടില്ല. കോൺഗ്രസിൻ്റെതായിട്ടുള്ള നിലപാടുണ്ട്, കേരളം മുഴുവനുണ്ട്. ഒരു ഘടകകക്ഷിയും പറയുന്ന അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ചർച്ച ചെയ്യും. പക്ഷെ കോൺഗ്രസിനെ നിയന്ത്രിക്കാനായിട്ട്, കോൺഗ്രസിനെ അടിച്ചേൽപ്പിക്കാനായിട്ട് ആരും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, വളർന്നിട്ടില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പലരും പല അഭിപ്രായങ്ങളൊക്കെ അവരുടെയൊക്കെ പറയട്ടെ. നമുക്ക് ഒഫീഷ്യൽ ഇപ്പോൾ നാളെ UDF പാലക്കാട് നഗരസഭയിൽ CPM-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരട്ടെ, നമുക്ക് എന്നിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ നൽകാം. അല്ലാതെ അവിടെ ഇവിടെയും ആരെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞെന്നോ അല്ലെ അതിന്റെ മുറിയും വാലും എടുത്തുകൊണ്ട് നമ്മൾ പിന്നെ ചർച്ച ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അല്ല, അതാണ് ഒരു തിയറിറ്റിക്കൽ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സിദ്ധാന്തം ഉണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യബോധം ഉള്ളതാണ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ പ്രാദേശികമായി അങ്ങ് പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ ചില തരത്തിലുള്ള മുന്നണി ധാരണകളും അല്ലെങ്കിൽ അവിശ്വസ കൂട്ടുകളൊക്കെ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം, ബഹുമാനപ്പെട്ട യുവരാജ് ഗോകുല് അത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു തീരുവോളം വരെ അങ്ങ് അതിന്റെ ഇടപെടരുത് എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുക. അങ്ങേക്ക് കോട്ടയം ജില്ലയിൽ അത്യാവശ്യം BJP-യുടെ നേതാക്കളുമായിട്ട് ബന്ധമുണ്ടാകും എന്ന് ഞാൻ കരുതി. പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഇവിടെ BJP കഴിഞ്ഞ തവണ ജയിച്ച ഒരു വാർഡ് 500 വോട്ടിന് BJP ജയിച്ചതാണ്. അവിടുത്തെ മെമ്പർ വളരെ ജനകീയായിരുന്നു. ഉള്ള പോലെ തന്നെ ഞാൻ പറയണം, അവരുടെ പേര് സിന്ധു മോഹൻ എന്നായിരുന്നു. വളരെ ജനകീയായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ വാർഡിൽ ഈ പ്രാവശ്യം മത്സരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള CPM-ന്റെ VK തങ്കപ്പൻ എന്ന് പറയുന്ന ആളായിരുന്നു മത്സരിച്ചത്. ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ഞങ്ങൾ ജയിക്കുമെന്ന്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ? VK തങ്കപ്പൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് വിജയിച്ചു. 500 വോട്ടിന് കഴിഞ്ഞ തവണ BJP ജയിച്ച ആ വാർഡിൽ BJP-ക്ക് കിട്ടിയ വോട്ട് 186 വോട്ട്. അതേസമയം BJP-യുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 463 വോട്ട്. അപ്പോൾ ഈ പറയുന്ന BJP-ക്ക് ഏറ്റവും അധികം കേഡേഴ്സ് ഉള്ള ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒരു വാർഡിൽ BJP-യുടെ പ്രവർത്തകർ അരിവാൾ ഈ പറയുന്ന താമര ചിഹ്നത്തെ അതുപോലെ ജീവനായി കരുതുന്ന BJP പ്രവർത്തകർ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്തു എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയും. അത് അങ്ങനെ അങ്ങ് നിഷേധിക്കൊന്നും വേണ്ട. അങ്ങ് ഒന്ന് സത്യസന്ധമായി അങ്ങ് ഒന്ന് പരിശോധിക്കുക. കാഞ്ഞിരപ്പള്ളിയിലുള്ള BJP-യുടെ അല്ലെ കോട്ടയം ജില്ലയിലുള്ള BJP-യുടെ മുതിർന്ന നേതാക്കളെ അങ്ങ് ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിക്കുക. അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചില പോക്കറ്റുകളിലൊക്കെ ഇതുണ്ടാകും. അല്ലാതെ നമ്മൾ അതിനെ വെച്ചുകൊണ്ട് പർവ്വതീകരിച്ചുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആരോടും ഉന്നയിക്കാൻ പറ്റുമോ? കേരളം മുഴുവൻ BJP CPM-ഉമായിട്ട് ബന്ധമാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി BJP വ്യാപകമായി CPM-ന് വോട്ട് മറിച്ചു കൊടുത്തു. അത് സംഭവമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പല സ്ഥലങ്ങളിലും ഇനി CPM ഇപ്പം കണ്ണൂരിലെ നമ്മൾ പരിശോധിക്കാം. കണ്ണൂരിൽ എവിടെയെങ്കിലും ചില പോക്കറ്റുകൾ ഉണ്ടാവും. CPM-ന്റെ ഗുണ്ടായിസം, CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ, അവിടെ BJP കോൺഗ്രസിനെ സഹായിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ BJP-യെ സഹായിച്ചിട്ടുള്ള ഏതെങ്കിലും 1-2 സ്ഥലങ്ങൾ ഉണ്ടാവാം. കാരണം ഇതൊക്കെ ഒരു അതിജീവനത്തിന്റെ പ്രശ്നമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രുവിനെ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രാദേശിക തലത്തിൽ നിലനിൽപ്പിന് വേണ്ടി ചില അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാം. അത് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പിന്നെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോട് നമ്മൾ മനസ്സിലാക്കി കഴിയുള്ളൂ. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ യുവരാജ് ഗോകുല് ചൂണ്ടിക്കാണിച്ച വളരെ കൃത്യമായ കാര്യമാണ്. CPM-ന്റെ സംസ്ഥാന സമിതി നടത്തിയ ആ റിപ്പോർട്ടിംഗ് പറഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ ഉൾപ്പെടെ ആലപ്പുഴ ഉൾപ്പെടെ, കാരണം പുന്നപ്ര വയലാർ പോലും BJP രണ്ടാമത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ പോയ വോട്ടുകൾ മുഴുവൻ തിരിച്ച് CPM-ലേക്ക് പോയി. ആരാണ് അതിന് കാരണമായി മാറിയത്? ഇവിടെ ബഹുമാനപ്പെട്ട ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പുനലൂർ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ വക്താവ് പറഞ്ഞതുപോലെ വർഗീയവാദികളും എല്ലാമായിട്ടാണ് UDF-ഉം ഒക്കെ കൂട്ടുകൂട്ടുന്ന അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഏറ്റവും വലിയ വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ പിണറായി വിജയൻ? ഇന്ന് CPM-ന് ഇത്രയും കനത്ത തിരിച്ചടി ഉണ്ടായെങ്കിൽ CPM അതിന്റെ അകത്ത് ആദ്യം അതിന്റെ പരിശോധന നടത്തേണ്ടത് വെള്ളാപ്പള്ളി നടേശനെയാണ്. ശബരിമല സംഗമത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാരണമാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടായത്. അദ്ദേഹം കേരളം മുഴുവൻ വന്നുകൊണ്ട് കോട്ടയം ജില്ലയിൽ വന്നുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ അദ്ദേഹം തെറി പറയും, ചീത്ത പറയും. മലപ്പുറത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ ചീത്ത പറയും.
അത്രയും വലിയ വർഗീയവാദി വെള്ളാപ്പള്ളി നടേശനെ അത്ര ഒരു വലിയ വർഗീയവാദി കേരളം കണ്ടിട്ടുണ്ടോ? ആ വെള്ളാപ്പള്ളി നടേശനല്ലേ ഇപ്പൊ സിപിഎം ഇപ്പോൾ ചില പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടി? കഴിഞ്ഞ പാർലമെന്റ് വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമുദായിക നേതാവാണ്, അദ്ദേഹം വർഗീയവാദിയല്ല. മറിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, വെൽഫെയർ പാർട്ടിയാണ്. ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരവാദത്തിന് വിത്ത് വിതയ്ക്കുന്ന ഒരു ആശയമുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത്തവണ UDF-ന്റെ കൂടെ ഉണ്ടായിരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ലല്ലോ, അദ്ദേഹം ഒരു പ്രബലമായ സമുദായത്തിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയും സമൂഹ നവോത്ഥാനത്തിന് വേണ്ടിയും ഉള്ള വാദങ്ങളൊന്നും അല്ലല്ലോ വെള്ളാപ്പള്ളി അദ്ദേഹം മലപ്പുറത്തെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മാസ്റ്റർ പറഞ്ഞു. ചിലപ്പം BJP-ക്കാർക്കും പിന്നെ ഈ പറഞ്ഞ ജനജീവിക്ക് തോന്നുമായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുഴുവൻ നവോത്ഥാനത്തിന്റെ ചിന്തകളാണ് എന്നുള്ളത്. ഈ കേരളത്തിന്റെ സാമുദായിക ഐക്യവും സാഹോദര്യം തകർക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളൊക്കെ നമുക്ക് വളരെ പക്ഷേ അദ്ദേഹത്തെ പോയി കാണാറുണ്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് ആകുന്ന ഘട്ടത്തിൽ. അതൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ അത് നമ്മളങ്ങനെ അത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് ആണെങ്കിൽ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ടാവും, എല്ലാ പാർട്ടിക്കാരും സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ കൃത്യമായി അതിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനോടുള്ള പ്രതിഷേധവും എതിർപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങ് ചോദിച്ചതുപോലെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങളുടെ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങളുടെ ഘടകകക്ഷിയാണ് വെൽഫെയർ പാർട്ടി, UDF-ന്റെ ഭാഗമാണ് വെൽഫെയർ പാർട്ടി. 300ഓളം സീറ്റുകളിൽ സഖ്യം ഉണ്ടായിരുന്നില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരിടത്തും ഞങ്ങൾ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മറ്റേതെങ്കിലും ഒരു പ്രാദേശിക ഘടകകക്ഷികളൊക്കെ എവിടെയെങ്കിലും സഖ്യം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് പിന്നെ പറയാനില്ല. അങ്ങനെ പ്രാദേശികമായി ഇപ്പം ഞാൻ മലപ്പുറം ജില്ലയിൽ അങ്ങ് പരിശോധിക്കുക, മലപ്പുറം ജില്ലയിൽ ഭീകര സംഘടനയുമായിട്ടുള്ള സഖ്യത്തെയാണ് അങ്ങ് ന്യായീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഇത്രയും ആഗോള തലത്തിൽ ഭീകരവാദത്തിന് വിത്തുകൾ വിതറുന്ന ഒരു സംഘടനയുമായിട്ടുള്ള സഖ്യത്തെ പറ്റിയാണ് അങ്ങ് ഈ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിടത്ത് ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലായിട്ടോ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് ഇവിടെ കൃത്യമായി ഈ പ്ലാറ്റ്ഫോമിൽ പറയേണ്ടി കഴിയും. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ മലപ്പുറത്ത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കളല്ലല്ലോ, മുസ്ലിം ലീഗ് നിങ്ങളുടെ സഖ്യകക്ഷിയല്ലേ? കോൺഗ്രസ് നേതാക്കൾ കണ്ടിട്ടുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കണ്ടിട്ടില്ലേ? അങ്ങേക്കറിയാം മലപ്പുറം ജില്ലയിൽ പോലും, മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ പോലും ചില പോക്കറ്റുകളിലൊക്കെ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് മത്സരിക്കാറുണ്ട്. മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് CPM-ആയിട്ടൊക്കെ മുൻകാലങ്ങളിൽ സഖ്യം ഉണ്ടാക്കി. ആയിക്കോട്ടെ, പക്ഷേ ഇത്രയും തീവ്രവാദികളുമായി സഖ്യം ഉണ്ടാക്കുന്നത് നല്ല രീതിയാണോ? ഞങ്ങൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഞങ്ങൾ അതിനെ പിന്നെ ഒരിക്കലും ഞങ്ങൾ അനുകൂലമല്ല. കോൺഗ്രസ്, എനിക്ക് എന്റെ സ്റ്റാൻഡ്, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എനിക്ക് പറയാൻ കഴിയുള്ളൂ. കോൺഗ്രസ് ഒഫീഷ്യലായിട്ടോ അനൌദ്യോഗികമായിട്ടോ ഒരിക്കലും വടകര നഗരസഭയിലെ 18 നമ്പർ വാർഡിൽ അവിടെ ഒരു പൗസിയ ടീച്ചർ മത്സരിക്കുന്നുണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാനത്തെ വനിതാ നേതാവാണ്. ആ പൗസിയ ടീച്ചറുടെ പോസ്റ്റർ ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് അയച്ചു തരാം. അതിൽ പറയുന്നത് UDF-ന്റെ സ്വതന്ത്ര അല്ലെങ്കിൽ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഈ ഫൗസിയ ടീച്ചർ വെൽഫെയർ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എനിക്കറിയാം. എനിക്ക് അങ്ങിപ്പം പറഞ്ഞപ്പോൾ എനിക്കൊരു അറിവാണ്, എനിക്ക് അതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം അറിയില്ല. പക്ഷേ ഒരിക്കലും UDF-ന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള, അപ്പൊ പിന്നെ അവരെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പൊ അങ്ങ് പറയുന്നത് UDF-ഉം വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ UDF-ന്റെ സ്വതന്ത്രമാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആക്കി മത്സരിപ്പിച്ചാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രാദേശിക, നമ്മൾ ഇപ്പോൾ ദേശീയ അല്ലെ സംസ്ഥാന രാഷ്ട്രീയം നമ്മൾ പൊതുവായി ചർച്ച ചെയ്യുമ്പോൾ, പൊതുവായ നിലപാടുകൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോ പാർട്ടിയും എവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ CPM കോൺഗ്രസുമായി ചേർന്ന് സഖ്യത്തിൽ മത്സരിച്ച സ്ഥലങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അനൗദ്യോഗികമായി സഖ്യത്തിൽ മത്സരിച്ചിട്ടുള്ള എത്രയോ മലപ്പുറം ജില്ലയിലൊക്കെ എത്രയോ പഞ്ചായത്തുകളില് കോൺഗ്രസ്, കാസർഗോഡ് പരിശോധിക്കുക, ചില സ്ഥലങ്ങളിൽ BJP-യും കോൺഗ്രസുമായിട്ട് ധാരണയിൽ മത്സരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവാം. വ്യക്തമാണ് ശ്രീ റോണി കെ ബേബി.